അതിലൂടെ ആരോഗ്യം, അതിലൂടെ ആരോഗ്യം. കറുക, ഒരു പാട്ട് പറയും. കറുക കറുക വയൽ കുരുവി മുരിവാലൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി. രണ്ട് പേർക്ക് കിട്ടിയിരുന്നു അല്ലേ? കറുക്കും കിട്ടി, തളിർ വീട്ടിലും കിട്ടി. വെറ്റില നല്ല കാർഡിയാക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രഗാണ് വെറ്റില. കറുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പടർന്നു പോകുന്ന ടൈപ്പാണ് അല്ലേ? ഈ പച്ച നല്ല പച്ചപ്പുള്ളതാണ്. ശരിക്കും ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കറുക. അത് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വെച്ചിട്ട് സ്കിൻ കെയർ, പ്രത്യേകിച്ച് ഈ മെനോപോസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളുടെ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസ്, അതിലേക്ക് കറുക നമ്മൾ എഫക്റ്റീവ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് അറിയാണ്. നമുക്ക് ചികിത്സിക്കാനല്ല, അവയർനെസ് ആണ്. ആ മരുന്ന് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. അത് കറുക ജ്യൂസാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വളങ്കടിയൊക്കെ ഉണ്ടാകുമ്പോൾ കറുകയും മറ്റേ എരുമനെയ്യും കറുകയും കൂടിയിട്ട് അതിൻ്റെ ജ്യൂസ് കൂടിയിട്ട് നല്ലോണം സ്മാഷ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് പെട്ടെന്ന് ഹീലിംഗ്. കറുകയുടെ സ്കിൻ കെയറിൽ ആൻറ്റി ഫംഗൽ എഫക്റ്റുള്ള ഡ്രഗാണ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഡ്രഗാണ്. അപ്പം രണ്ടെണ്ണം പറഞ്ഞു. വെറ്റിലെ കുറിച്ച് പറഞ്ഞു. വെറ്റില നമ്മൾ പറയും വെറ്റില നല്ലൊരു കാർഡിയാക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ്. വെറ്റിലയുടെ ഷേപ്പ് തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പ് തന്നെ. അപ്പോൾ വെറ്റില ചേരുന്ന ചില മുറിവിൻ്റെയൊക്കെ വെറ്റില ചേരുന്ന ഒരു ഡ്രഗാണ്, ഒരു കോമ്പോസിഷനാണ്. അപ്പോൾ ഈ വെറ്റില എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മുറുക്കാനാണ് പറയുന്നത് അല്ലേ? പക്ഷെ മുറുക്കാൻ തന്നെ വെറ്റില മാത്രമല്ലല്ലോ, പാക്കും ചുണ്ണാമ്പ് കൂടിയിട്ടാണ് വെറ്റില. അപ്പം ഈ ശരിക്കും മുഖ ദൗർഗന്ധ്യകരം എന്ന് പറയും. ചില മൗത്ത് ബാഡ് ബ്രത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് വെറ്റില. ഡിസ്റ്റിങ് പറഞ്ഞു അത്രേ ഉള്ളൂ. 12 പാട്ട്, കുറച്ച് പാട്ടുകളാണ് ഈ പാടുക. 6 മിനിറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ചെമ്പരത്തി. കുറച്ച് പാട്ടുകളുണ്ട്. ചെമ്പരത്തിയുടെ മൊട്ട്, ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല, ഈ മൂന്നെണ്ണമാണ് ശരിക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ചെമ്പരത്തി മൊട്ടും പൂവും വേറെയാണ്. ഈ എല്ലാവരും പറയും ചെമ്പരത്തി ഇടലിട്ടിട്ട് തോരനൊക്കെ വെച്ച് കഴിക്കും, ഉപ്പേരിണ്ടാക്കി കഴിക്കും. പക്ഷെ കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് ശരിക്കും പറയാൻ വെച്ചാൽ ചെമ്പരത്തി മൊട്ടാണ് ശരിക്കും പ്രശ്നക്കാരൻ, ഉള്ളിലേക്ക് കഴിക്കുന്നില്ല. പക്ഷെ ഇടലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമില്ല. ചെമ്പരത്തി മുട്ട് കുറച്ചുകൂടി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നതാണ് മുട്ട്. പക്ഷെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ ചെമ്പരത്തി മുട്ടാണ് മുടി നല്ല തിളക്കം കിട്ടാൻ താഴേക്ക് ഇട്ടിട്ടൊക്കെ ചെമ്പരത്തി മുട്ടിന് വേറൊരു ഗുണമുണ്ട്. അത് സ്കിൻ കെയറിലും നല്ലതാണ്. അപ്പോൾ പൊതുവെ സ്കിന്നും ഹെയറും കണക്ട് ചെയ്തിട്ടാണ് ചെമ്പരത്തി മുട്ട് പറയാറുള്ളത്. പിന്നെ ചെമ്പരത്തിയുടെ ഇല താഴെയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയുള്ളത് ചന്ദനം. ഇതിനെ ചന്ദനം തൊടുന്നത് പൊതുവെ നമുക്ക് ഈ ഇവിടെ നമുക്കൊരു ഭ്രൂമധ്യം എന്ന് പറയും. ശരിക്കും പറയാ സ്പിരിച്വാലിറ്റിയുടെ ഭാഷ പറയുമ്പോൾ ആത്മാവിന്റെ സ്ഥാനം എന്നാണ് പറയുക, ഭ്രൂമധ്യം. അപ്പൊ ഇവിടെ തണുപ്പ് കിട്ടും. ചന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശീതമായിട്ടുള്ളതാണ്. വളരെയധികം വളരെ സമാധാനം, ശീതം എന്ന് പറഞ്ഞാൽ കാംനെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തണുപ്പ് തരാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചന്ദനം. ചന്ദനത്തിന്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. മെയിൻലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെയാണ് നെറ്റിയിൽ തൊടാനായിട്ട് ഉപയോഗിക്കും. പക്ഷെ ചന്ദനോട്ടിട്ടുള്ള വെള്ളം, ചന്ദനത്തിന് നല്ല വിലയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര വിലയാണ്. ചന്ദനം മുറിക്കാൻ പോലും അതിൻ്റെ നിയമങ്ങളുണ്ട്. ഭസ്മം തൊടുന്നത്
അതുപോലെ തന്നെ ഭസ്മത്തിന് ഒരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. ഈ കത്തിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബിയൽ എഫക്റ്റ് ഉണ്ട്. അതൊക്കെ അറിയില്ലേ, പക്ഷെ ഇതാണ് ഉപയോഗിക്കുക. പിന്നെ ഈ ഓരോ ഈ വിരലൊക്കെ ഇങ്ങനെ നമ്മൾ ചേരുമ്പോണ്ടാവുന്ന ചില യോഗമുദ്രകളുണ്ട്. അതിനൊക്കെ ചില ഇമ്പാക്ട്സ് ഉണ്ട് നമ്മുടെ ബോഡിയുടെ ലിങ്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും സ്പിരിറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇല്ല ചന്ദന ഷോപ്പിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ചിരിക്കണം. ലോഗാണ് ഇപ്പോൾ ചന്ദന ചോറ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും. പക്ഷെ ലോഗ് ഏറ്റവും ബെസ്റ്റ് ചന്ദനത്തിൻ്റെ ലോഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, വരച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കുങ്കുമം. കുങ്കുമം കുങ്കുമം വേഗം പാട്ട് എന്റെ തന്നക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂകൾ പൂത്തു. കുങ്കുമപ്പൂവുകൾ പൂക്കുന്നു. കുങ്കുമത്തിന്റെ പൂവ് കണ്ടാൽ നല്ല വയലറ്റ് കളറാണ്. പക്ഷെ കുങ്കുമപ്പൂ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അരിഹി, അത്ര അരിഹിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല കുങ്കുമം ശരിക്കും നമുക്ക് എല്ലാവരും പറയും കുങ്കുമപ്പൂ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കളർ വയ്ക്കും. ഞാൻ എന്നോട് ഒരിക്കലും യോജിക്കുന്നില്ല. കുങ്കുമപ്പൂവിന്റെ ഭംഗ്യം എന്നുള്ളൊരു കോംപ്ലക്ഷൻ പ്രൊമോട്ടിംഗ് എന്നുള്ളൊരു ആക്ഷൻ ഉണ്ട് അതിന്. പക്ഷെ അമ്മ കുങ്കുമപ്പൂ കഴിച്ച കുട്ടി നിറം വയ്ക്കും എന്നുള്ള എന്നോട് വലിയ ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ അത് ഡിപ്പെൻസ് ഓൺ ദ എൻ്റെ DNA അമ്മയുടെ ക്രോമസോം ലെവൽസ് അമ്മയുടെ അതൊക്കെ അനുസരിച്ചിരിക്കും. അച്ഛൻ്റെ അമ്മയുടെ നിറം പോലെ ഇരിക്കുന്നില്ല നിറം എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുങ്കുമപ്പൂ അരച്ച് കഴിക്കാൻ പറയുന്നത് പാലിന് കലക്കി കഴിക്കാനായിട്ട് അതൊരു കോംപ്ലക്ഷൻ പ്രൊമോട്ടർ ആണ് എന്നുള്ളത് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. പലരും അത് ചില കുങ്കുമത്തിന്റെ അത്തരത്തിലുള്ള ഉപയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ശംഖുപുഷ്പം സന്ധ്യകൾ മരവുരിയുമ്പോൾ ശകുന്തളേ വെളുത്ത ശംഖുപുഷ്പമാണ് ശരിക്കും മരുന്നായിട്ട് ഉപയോഗിക്കുക. വെളുത്ത ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പമുണ്ട്. അതിന് വെളുത്ത ശംഖുപുഷ്പത്തിനാണ് കൂടുതലും. ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു കൺസർവേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങളുടെ വീടിനടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും സൂക്ഷിക്കണം. സൂക്ഷിക്കുന്ന വെച്ചാൽ കൺസർവ് ചെയ്യണം. ഇപ്പം ആവശ്യമുള്ളതാണ് വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ ആയുർവേദ മരുന്നുകളുടെ കേസിൽ ഈ ഔഷധങ്ങളുടെ ദൗർലഭ്യം ഇങ്ങനെ ഒരു പ്രളയം വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീടിനടുത്ത് ഇങ്ങനെ കാണുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിരക്ഷിക്കണമെന്ന് കൂടെ എനിക്ക് അതിനകത്തൊരു ഇതുകൂടി ഉണ്ട്. ശംഖുപുഷ്പത്തിന്റെ വേരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് മാനസികാരോഗ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ നിത്യമായിട്ടുള്ള അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ദാറ്റ്സ് അണ്ടർ പ്രിസ്ക്രിപ്ഷൻ ഓൺലി ചെയ്യുന്നൊരു ഡ്രഗാണ്. അതിന്റെ ഉപയോഗം ഞാൻ പ്രത്യേകം പറയുന്നില്ല. മാനസികാരോഗ്യത്തിൽ പറയുന്ന ഒരു ഡ്രഗാണത്. നീല ശംഖുപുഷ്പത്തിനേക്കാളും വെള്ള ശംഖുപുഷ്പത്തിനാണ് മെഡിസിൻ പ്രോപ്പർട്ടി. ഏതോ മനസ്സിലായില്ലേ? സ്ക്വാഷോ? അയ്യോ അതെനിക്ക് അറിയില്ല, അതിനെ കുറിച്ച് അറിയാം. അപ്പൊ പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങള് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് ചെയ്തു വന്നിട്ട് അവസാനം ലിവർ കംപ്ലൈന്റ് ആകുമ്പോൾ അത് ആയുർവേദത്തിന്റെ ആയുർവേദക്കാരിയാണ് പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നോനി എന്നുള്ള സംഭവം എടുത്തു പലരും. ലക്ഷ്മി ദ്വരൂ എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുവന്നു. എന്തെല്ലാം കാര്യത്തിൽ കൊണ്ടുവന്നു, ക്യാൻസറിനെ മാറ്റും എന്നൊക്കെ മട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അവസാനം അത് ഇതായി വന്നപ്പോൾ അത് ആയുർവേദ ചികിത്സകർക്കാണ് അതിന്റെ ഒരു നെഗറ്റിവിറ്റി വന്നത്. അതൊരിക്കലും വരാൻ ഞാൻ സമ്മതിക്കും. മീൻസ് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ വരാൻ പാടില്ല. പലതരത്തിലുള്ള ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ കുടപ്പുളി, ഇരുമ്പൻപുളി. ഇരുമ്പൻപുളി എല്ലാവരും കൊളസ്ട്രോൾ കുറയാന്ന് പറഞ്ഞു. ആരോ കൊളസ്ട്രോൾ കുറയാന്നുള്ളത് പറഞ്ഞു. ഈ സംഭവം ഇട്ടിട്ട് എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കി കഴിക്കില്ല, പിടിക്കില്ല. അവസാനം കിഡ്നി സ്റ്റോൺ വന്നപ്പോൾ അത് മനസ്സിലായി. ഓക്സാലിക് ക്രിസ്റ്റൽസ് ധാരാളമുള്ള ഒരു ഡ്രഗാണ് ഇരുമ്പുളി. അതായത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും. പക്ഷേ കാൽഷ്യം ഓക്സൈഡ്സ് ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഇരുമ്പുളി. അങ്ങനെ കിഡ്നി സ്റ്റോൺ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കാം.
എരിവുപൊടി ഉപയോഗിക്കാം, എണ്ണയിൽ വാട്ടിയിട്ട് ഉപയോഗിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്.